കഴിഞ്ഞ ചില ദിവസങ്ങൾക്കിപ്പുറം ഈ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആഗോളതലങ്ങളിൽ തന്നെ ഈ ഒരു വാർത്ത മാത്രമാണ് എന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ കാലിഫോർണിയ ലോസ് ആഞ്ചലസ് നഗരം അതിഭയാനകമായ കാട്ടുതീ പടർന്ന് കത്തിച്ചാമ്പലായിരിക്കുകയാണ്. 10,000-കണക്കിന് ഏക്കർ സ്ഥലമാണ് ഇതുമൂലം ബാധിക്കപ്പെട്ടിട്ടുള്ളത്. അനേകം ജീവജാലങ്ങളും ഇതുമൂലം നശിച്ചുപോയി എന്നുള്ളതും വാസ്തവമാണ്. ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ, അമേരിക്കയിലെ പ്രമുഖ നഗരങ്ങളിലുള്ള ഒരുപാട് സെലിബ്രിറ്റികളുടെ വീടുകൾ ഈ തീപിടുത്തത്തിനിരയായി എന്നുള്ളത് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തെ ഒരുപാട് സെലിബ്രിറ്റികളുടെ സമ്പത്ത് പോലും ഇതുമൂലം നഷ്ടമായി എന്നുള്ളതും അറിയാൻ സാധിക്കും. ഒരു റിപ്പോർട്ട് പ്രകാരം 13 ലക്ഷം കോടികളുടെ ആസ്തി നശിച്ചുപോയി എന്നുള്ളത് അറിയാൻ സാധിക്കും. ഏകദേശം 4 ലക്ഷം പേർ വീടുകൾ നഷ്ടമായി തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. 10,000-കണക്കിന് വാഹനങ്ങളാണ് ഈ തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്കൊരു സാധാരണ തീപിടുത്തമായി കണ്ടെന്നാലും ഇതൊരു സാധാരണ തീപിടുത്തമല്ല. ഇതിന് കാരണം മനുഷ്യൻ തന്നെയാണ്. അമേരിക്ക ഒരു പടുകൂട്ടൻ രാജ്യമാണ്. ഇവിടെ ലോസ് ആഞ്ചലസ്, ലോസ് വിഗാസ് പോലെയുള്ള ഒരുപാട് IT ടെക് പാർക്കുകളുള്ള നഗരങ്ങളുണ്ട്. ഇതിൻ്റെ മറ്റേ വശത്ത് കാലിഫോർണിയ, ഹോളിവുഡ്, മറ്റുള്ള സ്ഥലങ്ങളെയും കാണാൻ കഴിയും. ഈ ഒരു സംഭവം കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് നടന്നിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ പോലെയുള്ള ജനനിബിഡമായ സ്ഥലമാണ്. കാലിഫോർണിയ പടുകൂറ്റൻ മലകളുള്ള സ്ഥലമാണ്. എല്ലാ കൊല്ലവും ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ പതിവാണ്. സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരുപാട് അനുമാനങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. അവിടെ ഏതോ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് തന്നെ തീ കൊളുത്തിയതാണ്, അതാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വ്യക്തിയെ ആ നാട്ടുകാർ പിടിച്ച് പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ലോകത്ത് ഏത് ഭാഗത്താണെങ്കിലും ഇതുപോലെയുള്ള തീപിടുത്തം ഉണ്ടാവണമെങ്കിൽ അതിലേക്ക് കാറ്റിൻ്റെ ശക്തി അത്യാവശ്യമാണ്. കാലിഫോർണിയയിൽ സാന്ത അനോലവിസ് എന്ന ഒരു കൊടുങ്കാറ്റ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമായി പറയപ്പെടുന്നു. ഈ ഒരു കൊടുങ്കാറ്റ് എല്ലാ കൊല്ലവും ഇവിടെ പതിവാണ് എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ കൊല്ലവും ഈ ഒരു കൊടുങ്കാറ്റ് പൂർവ്വ ഭാഗത്തിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് അടിച്ചു വീശാറുണ്ട്. എല്ലാ കൊല്ലം പോലെയും ഈ വർഷവും ഈ ഒരു കൊടുങ്കാറ്റ് 140 കിലോമീറ്റർ സ്പീഡിലാണ് അടിച്ചു വീശിയിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ടാണ് അവിടെ ഉണ്ടായ തീപിടുത്തം ഇത്ര വലിയൊരു വ്യാപ്തിയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. 2021 മുതൽ ഈ ഒരു തീപിടുത്തം 2 തവണയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഈ കാലിഫോർണിയ നഗരവും ഈ ലോസ് ആഞ്ചലസ് പഴയ കാലങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള വരൾച്ചയാണ് കണ്ടിട്ടുള്ളത്. വ്യക്തമായി പറഞ്ഞാൽ ഏകദേശം 8-9 മാസം വരെ ഈ നഗരങ്ങളിൽ മഴ പെയ്തിട്ടേ ഇല്ല എന്നുള്ളത് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരിസരമാകെ ഒരു വരണ്ട രീതിയിലായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പച്ചയായി കിടക്കേണ്ടിയിരുന്ന മരങ്ങൾ ഉണങ്ങി ഈ ഒരു സമയത്താണ് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലത്തുള്ള ഈ ഒരു ഉണങ്ങിയ മരങ്ങളിലേക്ക് തീ പിടിക്കുകയും അതിലേക്ക് കൊടുങ്കാറ്റ് അടിച്ചു വീശുകയും ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലോസ് ആഞ്ചലസിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഇവിടെയെങ്ങും മഴ കാണാനേ സാധിക്കില്ല. അടുത്ത മഴക്കാലം വരുന്നവരെ ഇവിടെ വെള്ളത്തിനും ക്ഷാമം ഉണ്ടാവലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10,000-കണക്കിന് ബിൽഡിങ്ങുകൾ, സ്കൂളുകൾ, ചർച്ചുകൾ, ഓഫീസുകൾ, പോസ്റ്റ് ഓഫീസുകൾ എല്ലാം തന്നെ കത്തിച്ചാമ്പലായി. ഏക്കർ കണക്കിലുള്ള കൃഷിഭൂമി, ഗവൺമെൻറ് സ്ഥലങ്ങൾ ഈ തീപിടുത്തത്തിന് ഇരയായിരിക്കുകയാണ്. 13 ലക്ഷം കോടിയുടെ സമ്പത്താണ് ഇതുമൂലം നഷ്ടമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 10,000-കണക്കിന് ബിൽഡിങ്ങുകളാണ് നശിച്ചു പോയത്. 60,000-ൽ പരം ബിൽഡിങ്ങുകൾ ഇന്നും ഭീതിയിലാണ്. ഇതിനിടയിൽ തന്നെ 1.5 ലക്ഷത്തിലധികം ജനങ്ങളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഹോളിവുഡ് ഹില്ലിൽ പടർന്ന ഈ തീയെ ഹെലികോപ്റ്റർ മുഖേന അണച്ചതായിരുന്നു. പക്ഷേ കൊടുങ്കാറ്റിൻ്റെ ശക്തി അതിയായതോടുകൂടെ ആ ഒരു രക്ഷാപ്രവർത്തനം ഫലം കണ്ടില്ല. സിനിമാ രംഗത്ത് തന്നെ അതിപ്രമുഖമായ ഹോളിവുഡ്, ആ ഹോളിവുഡിൻ്റെ ചിഹ്നയുള്ള ആ ഹോളിവുഡ് എന്ന് വലുതായി എഴുതിയ ആ
ആ കുന്നിന് തീപിടിച്ചിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയകളിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇത് കള്ളമാണ്. ആ ഒരു സ്ഥലത്തേക്ക് ഒരു കേടുപാടുകളും പറ്റിയിട്ടില്ല. ആ ചിത്രങ്ങൾ വെറും AI ഉപയോഗിച്ചുണ്ടാക്കിയ ചിത്രമാണ് എന്ന് പാർക്ക് അധ്യക്ഷൻ ജെഫ് ഇതിനു മുമ്പായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെയായി വ്യക്തമായിട്ടില്ല. വ്യക്തമായ കാരണം ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. ദൂരെ എവിടെയോ ഉണ്ടായ തീപിടുത്തം ഇവിടേക്ക് എത്തിപ്പെട്ടതാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഒറ്റവരണ്ട പരിസരവും തീവ്രതയോടെ വീശിയ കൊടുങ്കാറ്റുമാണ് ഇത് ഇവിടേക്ക് എത്തിച്ചത് എന്നും പറയുന്നുണ്ട്. ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികളുടെ ഓഫീസും ഇവിടെ തന്നെയാണുള്ളത്. ലോസ് ആഞ്ചലസിലുള്ള ഇലക്ട്രിക് വയർ മൂലവും ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് മൂലം ഈ ഒരു തീപിടുത്തം ഉണ്ടായതായിരിക്കാം എന്നും ഊഹിക്കുന്നുണ്ട്. ഹോളിവുഡിലെ പ്രമുഖ സെലിബ്രിറ്റികളുടെ വീടും സമ്പത്ത് എല്ലാം ഈ ഒരു തീപിടുത്തത്തിൽ നഷ്ടമായിരിക്കുന്നു. ഇതെല്ലാം നഷ്ടമായി ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഹോളിവുഡിലെ പ്രമുഖ നടിയായ പാരീസ് ഹിൽട്ടൺ നിങ്ങൾക്കറിയാമായിരിക്കാം. ഈ ഒരു വിഷയത്തിൽ തൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചും തൻ്റെ നാട്ടിനുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ സങ്കടത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത്. വളരെ എമോഷണലായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ അവർ പ്രതികരിച്ചിട്ടുള്ളത്. ജെയിംസ് വുഡ് എന്ന് പറയുന്ന താരം മീഡിയകൾക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഒരൊറ്റ ദിവസം കൊണ്ടാണ് കോടികളോളം വരുന്ന അവരുടെ സ്വത്ത് ഇല്ലാണ്ടായിപ്പോയത്. അവിടെ നിന്ന് വരുന്ന ഓരോ വീഡിയോകളും ഭയാനകവും സങ്കടപ്പെടുത്തുന്നതുമാണ്. അവിടെ 2 ലക്ഷത്തിലധികം ഏക്കർ സ്ഥലം നശിച്ചു പോയിട്ടുണ്ട്. 2 ലക്ഷം ഏക്കർ എന്ന് പറയുമ്പോൾ അത് ബാംഗ്ലൂർ, ചെന്നൈ പോലെയുള്ള നഗരങ്ങൾക്ക് സമമാണ്. ചെന്നൈ, ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളെക്കാളും വലുതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എത്രയോ വില പിടിപ്പുള്ള കാറുകളാണ് തീക്ക് മുന്നിൽ മുട്ടുമടക്കി. എത്രയോ വൃദ്ധജനങ്ങൾ, അംഗവൈകല്യമുള്ള ആളുകൾ, ഇതര ജീവജാലങ്ങൾ ഈ ഒരു സംഭവത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ കാണാതായവരുടെയും മരിച്ചുപോയവരുടെയും കണക്ക് ഇന്നും വ്യക്തമായി ലഭിച്ചിട്ടില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം അവിടുത്തെ ആളുകൾ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരായിരിക്കുകയാണ്. ഈ വർഷത്തെ ബജറ്റിൽ ഗവൺമെൻറ് തീ അണക്കാനുള്ള കാര്യത്തിന് കൂടുതൽ പണം നീക്കിവച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം ഇത്രയും വ്യാപ്തിയിലേക്ക് കടക്കുമായിരുന്നില്ല എന്നാണ് ജനങ്ങളുടെ വിലയിരുത്തൽ. ഇതുപോലെയുള്ള ഭീകരമായ സംഭവം നടക്കുമ്പോൾ അതിനെ നേരിടാൻ വലിയ ടീം തന്നെ വേണ്ടിവരും. ഗവൺമെൻറ് അവർക്ക് ശരിയായ രീതിയിലുള്ള വ്യവസ്ഥകൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം ഇത്രയും വലുതായി പോകുമായിരുന്നില്ല എന്നാണ് അവിടുത്തെ പ്രജകൾ പറയുന്നത്. പ്രമുഖമായി എടുത്തു പറയേണ്ടത് ഇവിടെ വെള്ളത്തിൻ്റെ ക്ഷാമം അതീവമായിട്ടുണ്ട്. വേണ്ടതുപോലെ വെള്ളമില്ല. ഇതിനെ നേരിടാൻ വേണ്ടത്ര ജോലിക്കാരുമില്ല. ഈ എല്ലാ പ്രശ്നങ്ങൾക്കെതിരായി അമേരിക്കയിലെ ജനങ്ങൾ ഗവൺമെൻറ്റിന് നേരെ തിരിഞ്ഞു വീണിരിക്കുകയാണ്. സംഭവത്തിൻ്റെ സ്പഷ്ടമായ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തിയെ അമേരിക്കൻ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് വ്യക്തമായ കാരണം, ഈ തീ പിടിക്കാനുള്ള വ്യക്തമായ കാരണം എന്താണ് എന്ന് ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല, കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഡ്രോൺ മുഖേന എവിടെ നിന്നാണ് തീ പടർന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണത്തിലാണ് കാലിഫോർണിയ. ഇന്ത്യയിലെ താരമായ പ്രിയങ്ക ചോപ്ര പോലെയുള്ള താരങ്ങളുടെ വീടും ഈ ഒരു തീപിടുത്തത്തിനിരയായിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലവും വീടും എല്ലാം നഷ്ടമായിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇതെല്ലാത്തിനും ഒരു അറുതി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.